സവാള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധികൾ തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ഹസനെ കുടുക്കാൻ പുതിയ ആരോപണവുമായി ആരോഗ്യവകുപ്പ്. അതെ, എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഈ പ്ലേയുടെ ഉദ്ദേശം എന്താണെന്ന് ഡോക്ടർ ഹാരിസിന് അദ്ദേഹത്തോട് എക്സ്പ്ലനേഷൻ ചോദിച്ചു എന്നുള്ളത് അതൊരു ഡിപ്പാർട്ട്മെന്റ് തല നടപടിയാണ്. ഇങ്ങനെയൊന്നായിരുന്നില്ലല്ലോ പ്രശ്നം തുടങ്ങിയ ടൈമില് ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നത്. വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ ഹാരിസ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തോട് എക്സ്പ്ലനേഷൻ ചോദിച്ചു എന്നുള്ളത് അതൊരു ഡിപ്പാർട്ട്മെന്റ് തല നടപടിയാണ്. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമമാണ്. നമുക്ക് പിന്നെ അസ്വാഭാവികതകളൊന്നും ഇല്ലല്ലോ, വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിയാണ്. ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായാൽ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആ ഡിപ്പാർട്ട്മെന്റിന് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയോട് മുഖ്യമന്ത്രി വിശദീകരണം ചോദിക്കാറുണ്ടോ? അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയ നിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ടോ? ഞാൻ ഇവനൊക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ. ജഗലുടെ രക്തമെന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ നക്കിവടിച്ചതിന്റെ ബാക്കി പ്രത്യയശാസ്ത്രം നക്കിവടിക്കുന്ന പ്രത്യേക സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ കാര്യത്തിൽ ഇത്തരം സ്വാഭാവിക പ്രക്രിയകൾ നിങ്ങൾ നടപ്പിലാക്കാറുണ്ടോ? മറ്റു ചിലർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതാണ് ഇത്തരം സ്വാഭാവിക പ്രക്രിയകൾ, അല്ലേ? അങ്ങനെയൊന്നുമില്ല. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റ ചട്ട ലംഘനം ഉണ്ടായി എന്നുള്ള സമിതിയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള പലതവണ നിങ്ങളുടെയൊക്കെ ഓഫീസുകളിൽ കയറി ഇറങ്ങിയിട്ടും തീരുമാനം ഉണ്ടാകാതെ വന്നപ്പോൾ പൊതുജനങ്ങളോട് ഈ വിഷയം അറിയിച്ചതാണ് അദ്ദേഹം നടത്തിയ പെരുമാറ്റച്ചട്ട ലംഘനം. അത് കമ്മിറ്റി, അത് നമുക്കിപ്പോ എനിക്കറിയില്ലല്ലോ, ഡോക്ടേഴ്സ് അല്ലേ പറയുന്നത്. അപ്പൊ ഡോക്ടേഴ്സിന്റെ സമിതിയാണ്. ഡോക്ടേഴ്സിന്റെ സമിതി പറഞ്ഞ ഒരു കാര്യം അത് അവരന്വേഷിക്കണം എന്ന് ആ റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ടുണ്ട്. അയ്യോ, ആ ഡോക്ടറോട് വിശദീകരണം ചോദിച്ചതിനെ പൊതുജനങ്ങളൊന്നും തെറ്റിദ്ധരിച്ചേക്കരുതേ, മന്ത്രിയെ ഒട്ടും തെറ്റിദ്ധരിച്ചേക്കരുതേ. മക്കളെ, മാമനോടും തോന്നല്ലേ? നിങ്ങൾ തമ്പ്രാമാരുടെയും തമ്പ്രാട്ടികളുടെയും ഒക്കെ മുന്നിൽ വാക്കൈ പൊത്തി തൊഴുത് നിൽക്കാതെ പറയാനുള്ള കാര്യം പൊതുജനങ്ങളോട് പറഞ്ഞതിന്റെ പേരിൽ ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയേണ്ടി വന്നു ആ മനുഷ്യനെ. അത് ഇത്ര കഷ്ടമായി പോയിട്ടോ. എത്ര വിഷമം ഉണ്ടാവില്ലേ? സാമ്പത്തിക പ്രതിസന്ധിയൊന്നും അതിനെ അഫക്ട് ചെയ്യാൻ പാടില്ല. ഒരു പൗരന്റെ ജീവിതത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഒരു കാരണവശാലും അഫക്ട് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ നിങ്ങൾ കുമിഞ്ഞു കൂട്ടുന്ന ഈ മഹാപാപങ്ങളൊക്കെ എവിടെ കൊണ്ട് തീർക്കും? മുടിഞ്ഞു പണ്ടാറടങ്ങി കുത്തുവാള എടുത്തു പോട്ടെ നായിന്റെ മോൻ നശിച്ച് നാരായണക്കല്ലെടുക്കും. വാങ്ങിച്ച ഒരു ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി. അപ്പൊ അതിനു മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഏത് വഴിക്കാ പാവത്തിനെ കുരുക്കുന്നതെന്ന് കണ്ടോ, ശ്വാസം മുട്ടിക്കുന്നതെന്ന് കണ്ടോ? സത്യം തുറന്നു പറയുന്നവരുടെ അവസ്ഥ, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരുടെ അവസ്ഥ ഇതായിരിക്കും. ജനങ്ങൾ കാർക്കിച്ച് തുപ്പുകയാണ് കേട്ടോ, പറയാതെ നിവൃത്തിയില്ല. അല്ല, ഒരു ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി. കാണാതായതല്ല, അത് മാറ്റിവെച്ചിരിക്കുകയാണ്. അത് അന്വേഷണ കമ്മീഷൻ അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് അത് മാറ്റിവെച്ചിരിക്കുകയാണ്, അത് ഉപയോഗിക്കുന്നില്ല. നിങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്താണെന്നും ഏത് വഴിക്കാണത് പോകുന്നതെന്നും എല്ലാം മനസ്സിലാകുന്നുണ്ട്. എന്നെ വെറും പൊട്ടനാക്കല്ലേ. ഒരു മെഷീന്റെ ഒരു ഭാഗം കാണാനില്ല, അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആ ഡോക്ടർ ഇതേ സമയം തന്നെ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്, പല പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ കാര്യം. കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് നമ്മൾ നിരന്തരം അറിയിക്കുകയാണ്. അവരെ അറിയിക്കാൻ പറഞ്ഞിരുന്നല്ലോ, ഇന്നലെ വിശദീകരണം പറഞ്ഞിരുന്നല്ലോ. നമ്മളത് തീരുന്ന ആ മുറയ്ക്ക് നമ്മളത് അവരെ അറിയിക്കുന്നുണ്ട്. ഞാനും ചെയ്തില്ല. അതെ, നീ ഒന്നും ചെയ്യുന്നില്ല. സംഗതി ശരിയാണ് മിനിസ്റ്ററെ. ഹാരിസ് ഡോക്ടർ കൊടുത്ത കത്തൊക്കെ പുറത്തു വന്നുണ്ട്. കോപ്പി ഉണ്ട് എന്റെ കയ്യിൽ. ഒരാളെ മാറ്റി നിർത്തി ബാക്കി എല്ലാവരോടും ഒന്നിച്ച് നിന്നാ അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് അധികം സമയമൊന്നും വേണ്ടിവരില്ലല്ലോ, അല്ലേ? മനസ്സിലായി. എന്നാ ഡോക്ടർ ഹാരിസ് ഒരു സർക്കാരിന്റെ കയ്യിൽ സാമ്പത്തികം ഇല്ല എന്നുള്ളത് പാവപ്പെട്ട രോഗികളെ ബാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നതാണ് കണ്ടത്. നാട്ടുകാരെ മുഴുവൻ പോഷകാരം നൽകി കൊഴിപ്പിച്ചടങ്ങണമെന്ന് തനിക്കെന്തത്ര വാശി? ഒരു കാര്യം പറഞ്ഞേക്കാം, തൊഴിലാളിമാര് തൊഴിക്കാനുള്ളല്ലേ ഈ ശരീരം, മനസ്സിലാ? എന്നിട്ട് എത്ര കത്തുകൾ എഴുതി ഈ വിവരം നിങ്ങളോട് പറയാതല്ലല്ലോ പൊതുജനങ്ങളോട് അദ്ദേഹം പറഞ്ഞത്. ഉടനെ പെരുമാറ്റച്ചട്ടം. ഇനി എല്ലാവർക്കും ഇതൊരു മാതൃകയായിരിക്കണം ഈ ശിക്ഷ, അല്ലേ? തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. ഒന്നും ചെയ്യില്ല, അദ്ദേഹത്തെ ചേർത്ത് പിടിക്കും എന്ന് പറഞ്ഞ മന്ത്രി എന്തിനാണ് ഇത്രയും വൃത്തികേടുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്? എന്തോ ചെയ്യുമെന്ന് പറ. ഡോക്ടർ ഹാരിസിനെതിരെ കുറ്റപത്രം തയ്യാറായിരിക്കുന്നു എന്നാണ് വാർത്തകൾ. ഹാരിസിനെതിരെ അങ്ങനെ ഒരു കുറ്റാരോപണമുണ്ടെങ്കിൽ
ആ ആരോപണ റിപ്പോർട്ട് പുറത്തുവിടണം. ഡോക്ടർ ഹാരിസും അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അപ്പൊ പിന്നെ ആ അന്വേഷണ റിപ്പോർട്ടെങ്കിലും ഒന്ന് പുറത്തേക്ക് വിടണ്ടേ? അത് ചോദിക്കുമ്പോ സർക്കാർ പറയാ അയ്യോ അത് ചോദിക്കരുത്, അത് തരാൻ പറ്റില്ല എന്ന്. അത് വേറൊരു സിസ്റ്റം. ഇതിലെന്തോ ചതിയുണ്ട് മുതലാളി. എല്ലാ സർക്കാർ ജോലിക്കാർക്കും ഒരു മാതൃകയായിരിക്കണം ഈ ശിക്ഷ. ആരെങ്കിലും സർക്കാരിനെ ധിക്കരിച്ച് പൊതുജനങ്ങളോട് സത്യം പറയാൻ ഇറങ്ങി തിരിച്ചാൽ ഈ ഡോക്ടറുടെ അവസ്ഥയായിരിക്കും നിങ്ങൾക്ക്. അല്ലേ? ഈ നാട്ടിൽ ജീവിക്കേണ്ടി വന്നല്ലോ എന്നാണ് ദുഃഖത്തോടെ എനിക്ക് പറയാനുള്ളത്. ഈ പണ്ടാരം പിടിച്ച നാട്ടിൽ ഇനി ഞാനില്ല. എന്തത് കൊള്ളക്കാര നാടാ. അപ്പൊ അതിനു മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ഇതുണ്ട്, ഇത് കാണുന്നില്ല എന്നുള്ളത്. ഒന്ന് പോണോ അവിടുന്ന്, താൻ കുറെ നേരമായല്ലോ. ഇനി അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ പല പുതിയ കാര്യങ്ങളും വരും, പുതിയ കണ്ടെത്തലുകൾ പലതും വരും. അതെല്ലാം സർക്കാരിന് അനുകൂലവും ആ ഡോക്ടർക്ക് പ്രതികൂലവുമായിരിക്കും. അതറിയില്ല, എന്തായാലും അന്വേഷണം നടക്കട്ടെ. എല്ലാം ഞാൻ നേരിടാൻ പോവാ. ഇതൊരു ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം കൂടി നടത്തിയിട്ട് നമ്മുടെ പരിധിയിൽ, കാരണം അതൊരു കളവ് പോയി എന്നുള്ളതാണല്ലോ. കളവ് പോയി, മോഷണക്കുറ്റം. ഷാജി കേട്ടാ ഇവിടെ ഇനി ഡോക്ടർ അത് അടിച്ചു മാറ്റിക്കൊണ്ട് പോയതാണ് എന്ന് വരുത്തി തീർക്കുമോ? അങ്ങനെ വരുത്തി തീർക്കാനും നിങ്ങൾക്ക് എന്താ താമസം, അല്ലേ? അതിനും സാധിക്കുമല്ലോ. ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ, കരുതിക്കുട്ടിയല്ലേ. നിങ്ങളുടെ കയ്യിലിരിപ്പ് ഇതാണ് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിന്റെ ക്ലൈമാക്സ് ഇത് തന്നെ ആയിരിക്കും. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. ആ പാവപ്പെട്ട ഡോക്ടറുടെ മീതെ മോഷണക്കുറ്റം ചോദിച്ചിരിക്കുകയാണ്. സ്റ്റോറിൽ നിന്ന് സാധനം കാണാതെ ഡോക്ടർ എങ്ങനെ ഉത്തരവാദി? ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. ഒരു ഗുളികയുടെ പാക്കറ്റ് പോയി കഴിഞ്ഞാൽ ഡോക്ടർ എങ്ങനെ ഉത്തരവാദിയാകുന്നത്? അത് സ്റ്റോർ കീപ്പ് ചെയ്യേണ്ടത് വേറെ സംവിധാനമല്ലേ? അപ്പോൾ അതൊരു പക്ഷേ നമ്മുടെ ഒരു അന്വേഷണത്തിൽ മാത്രം നിൽക്കുന്നതല്ല. ഇനിയും അടുത്ത അന്വേഷണം വിദഗ്ധ സമിതിയുടെ. ഇതിപ്പോ 1ാം ഘട്ട അന്വേഷണം പൂർത്തിയായപ്പോൾ ഒരു കുറ്റം ഡോക്ടറുടെ മേൽ ചുമത്തി, ഒരു സാധനം കാണാനില്ല, അത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തില്ല. അത് മോഷണം പോയി, അത് വേറൊരു വകുപ്പ്, അല്ലെ? അതിന് പോലീസ് അന്വേഷിക്കും. അത് ആഭ്യന്തര വകുപ്പിന്റെ പരിധിയിലുള്ളതാണ്. കഷ്ടം തന്നെ. കുടുംബം കുളം തോണ്ടാൻ തന്നെ തീരുമാനം അല്ലേ മാഷേ? നിങ്ങളെ കൊണ്ട് ഇതിനൊന്നും കൊള്ളില്ല എന്ന് നിരന്തരം തെളിയിക്കുകയാണ് വീണ ജോർജ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം കൂടി നടത്തിയിട്ട് അതിന്റെ എന്താണ് അതിന്റെ റിപ്പോർട്ട് നോക്കിയിട്ട് അതിന്റെ ഫർദർ ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഡോക്ടറെ പിരിച്ചുവിടുകയല്ലേ നിങ്ങൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന, മുൻകൂട്ടി പ്ലാൻ ചെയ്ത ആ നടപടി? ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ അതിലുണ്ട് എന്നുള്ളത്. ഒന്ന് ഡോക്ടർ ഹാരിസിന്റെമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ചട്ടപ്രകാരം സ്വീകരിക്കേണ്ട. അത് വളരെ നിഷ്കളങ്കയാണ്. ഞാൻ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രിയാണ്. നീ വലിയ ഡീസന്റ്, ബാക്കി എല്ലാവരും മോശക്കാരും എന്ന് വരുത്തി തീർക്കാൻ ആ ഒരു ശരീരഭാഷയിലൂടെയും സംസാര രീതിയിലൂടെയും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. വാക്കുകൾക്ക് വേണ്ടി നല്ല രീതിയിൽ തപ്പി തടയുന്നുണ്ട്. എന്നെ വെട്ടിലൊന്നും വീഴ്ത്താൻ പറ്റില്ല. മരിച്ചിട്ടും നവീൻ ബാബുവിനെ കൈക്കൂലിക്കാരനാക്കാൻ ശ്രമിച്ച സർക്കാരും പാർട്ടിയുമാണിത്. ഇവിടെ ഇന്ന് ആദ്യമായി നല്ലവനായ ഡോക്ടർ പകച്ചുപോയിരിക്കുന്നു. ആ മനുഷ്യന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. കള്ളനും കൊലപാതകിക്കും കാപ്പയ്ക്കും കഞ്ചാവിനും പീഡനവിരുദ്ധന്മാർക്കും ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം തണലാകുന്നു. അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? ആരോഗ്യ വകുപ്പിന്റെ അണ്ടറിൽ വരുന്ന മെഡിക്കൽ കോളേജ്, ആശുപത്രി, അവിടെ വരുന്ന ഒരു വിദഗ്ധ സമിതി, അവിടുത്തെ ജീവനക്കാർ അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന വിദഗ്ധ സമിതി, ഈ കാര്യങ്ങളിലൊന്നും ആരോഗ്യമന്ത്രിക്കോ സർക്കാരിനോ ഒരു കയ്യും ഇല്ല കേട്ടോ. അവർക്കിതിൽ യാതൊരു കൺട്രോളും ഇല്ല. എന്റെ കാലത്ത് വാരിക്കോരി കൊടുത്തതിന്റെ കണക്ക് പറഞ്ഞത് കേട്ടാൽ രോമാഞ്ചം വരും. ഈ സർക്കാരിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ ചെലവഴിച്ചിട്ടുള്ളത്. ഓരോ വർഷത്തിന്റെ കണക്കെടുത്ത് നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ച് അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുണം പിടിക്കാത്തവനെ എന്ത് പറഞ്ഞാലും കഴിഞ്ഞ സർക്കാരുകളെ അപേക്ഷിച്ച് ഈ സർക്കാരിന്റെ കാലത്താണ് ഫണ്ട് കൂടുതൽ അനുവദിച്ചത്, കൂടുതൽ ഉപകരണങ്ങൾ വാങ്ങിച്ചത്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അത് പറയാൻ എനിക്ക് നാണക്കേടുണ്ട്. ഈ കത്തടിക്കാനുള്ള പത്രം, പേപ്പർ വരെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കണം. കാരണം അവിടെ ഒരു പ്രിന്റ് എടുക്കാനുള്ള ഒരു പേപ്പർ പോലും നമുക്ക് അവിടെ കിട്ടിയിട്ടില്ല. അല്ല, അത്ര ഗതികേടുണ്ടല്ലോ. സർജറി ചെയ്യാൻ പോകാൻ നേരത്ത് കത്രികയും നൂലും സൂചിയും കൂടി രോഗി മേടിച്ചു കൊണ്ടുപോകേണ്ട സ്ഥിതിയിലാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. പ്രിന്റ് എടുക്കാൻ പോലും ആശുപത്രിയിൽ ഒരു പേപ്പർ ഇല്ല. ആരും മറക്കല്ലേ, കേരളം നമ്പർ 1 ആണേ, ആരോഗ്യ മേഖല നമ്പർ 1 ആണേ. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ വക്കോൽ തുറു. ഓരോ വർഷം കഴിയും തോറും, പ്രത്യേകിച്ച് ഓരോ 5 വർഷം കഴിയും തോറും സകല കാര്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകുകയാണ്. അപ്പോൾ നിങ്ങൾ അനുവദിക്കുന്ന ഫണ്ടിലും മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതൊന്നും പറഞ്ഞ് ജനങ്ങളെ മനസ്സിലാക്കാതെ, അത് ഏത് സർക്കാർ വന്നാലും സ്വാഭാവികമായിട്ടും വർദ്ധിക്കുന്നത് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ.
ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ എന്തോ സ്പെഷ്യലായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് കൊണ്ട് ജനങ്ങൾക്ക് എന്തോ സ്പെഷ്യൽ ബെനിഫിറ്റുകൾ നിങ്ങളിൽ നിന്ന് കിട്ടി എന്നൊന്നും പറഞ്ഞു വരുത്തി തീർക്കരുത്. വിശ്വസിച്ചു ബുദ്ധിയുള്ള ആരെങ്കിലും വിശ്വസിക്കോടാ. അപ്പോൾ പിന്നെ വീണ ജോർജ് വാരി കോരി കൊടുത്തതൊക്കെ എങ്ങോട്ട് പോകുന്നു? സിസ്റ്റമാണ് സിസ്റ്റം മുഴുവൻ ഈ സ്ഥിതിയിലാണ് സിസ്റ്റം. അറ്റ്ലീസ്റ്റ് ആശുപത്രിയിൽ പേപ്പർ ഇല്ലാത്ത കാര്യത്തിനെങ്കിലും എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ മാഡം? അല്ലാതെ അദ്ദേഹം പിന്നീട് പറഞ്ഞതിനൊന്നും ഞാൻ കമന്റ് ചെയ്തില്ല. ഈ ചെയ്തത് നടന്നത് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ച നടപടിയാണ്. ഇനി അദ്ദേഹം മോഷ്ടിച്ചുകൊണ്ടുപോയെന്നാണോ? അദ്ദേഹത്തെ കുറിച്ച് എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ് എന്നതിന്റെ ഒരു ഉദാഹരണമാണ്. അലമ്പായി പോയി സാറേ, ഭയങ്കര അലമ്പായി പോയി. പരിശോധിക്കാതെ കാണാതായി എന്ന് പറയാൻ പാടുണ്ടോ ഒരു കമ്മിറ്റി? അല്ല, അതൊക്കെയാണല്ലോ അവര് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് തല എന്നുള്ളതല്ലേ. അപ്പൊ ഈ വിദഗ്ധ സമിതിയുടെ ഭാഗമായി 3 അന്വേഷണങ്ങളാണ്. അതിൽ ഒരു അന്വേഷണമാണ് ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം എന്ന് പറയുമ്പോൾ അതാണ് നടത്താനായിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞത്. വളരെ കൃത്യമായിട്ട് തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത്. വ്യാഖ്യാനിച്ചു. ഈ മണിക്കൂറുകളിലെല്ലാം അങ്ങനെ തന്നെയല്ലേ ചെയ്തത്. അലക്കി തേച്ച വാക്കുകൾ കൊണ്ട് വിദഗ്ധ സമിതി റിപ്പോർട്ടിനെ ന്യായീകരിക്കാൻ പ്രത്യക്ഷപ്പെട്ട വീണ ജോർജ് മാധ്യമങ്ങൾക്ക് ഉപദേശം നൽകാനും മറന്നില്ല. ഇത് പിടിച്ചു നിൽക്കാനുള്ള ബാലിന്റെ പലട്ടാവും തടവാ. ഒന്ന് മാത്രം പറയാം, ഒരു നിരപരാധിയായ മനുഷ്യനെയാണ് നിങ്ങൾ ക്രൂശിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജോലി പോലും കളയാൻ നിങ്ങൾ തയ്യാറെടുക്കുകയാണ്. നിങ്ങൾ അതിനുള്ള കാര്യങ്ങൾ ഒപ്പിക്കുകയാണ്. അല്ല, അത് ഡോക്ടർ കൂടി അല്ലാവട്ടെ. അവിടെ നിങ്ങളുടെ ഈ പറയുന്നത് കഴിഞ്ഞില്ലേ? നിങ്ങൾ എന്തൊക്കെയാണ് മാധ്യമങ്ങൾ പറഞ്ഞത്? എന്റെ ഈശ്വര, എന്റെ വീർപ്പൂട്ടിൽ ഒരൊറ്റ മനുഷ്യനും മനസ്സിലാക്കുന്നില്ലല്ലോ. അപ്പോ അത് ഡോക്ടർ ഹാരിസിനെ കൊടുക്കാനാണ്, ഡോക്ടർ ഹാരിസിനെതിരെയുള്ളതാണ്, ഡോക്ടർ ഹാരിസിനെതിരെയുള്ള നീക്കമാണ്, ഡോക്ടർ ഹാരിസിനെതിരെയുള്ള പകവീട്ടിലാണ്. അങ്ങനെയാണോ? ഇതിന് സമാധാനം പറയിപ്പിക്കാതെ ഗംഗാധരനോട് പോവില്ല. ചില മാധ്യമങ്ങൾ കള്ളം പറയുന്നു. സത്യം പറയുന്ന മാധ്യമങ്ങൾ കൈരളിയും റിപ്പോർട്ടറും മാത്രമായിരിക്കും. നിങ്ങളുടെ വലിയ തെറ്റുകൾ മറയ്ക്കാൻ നിരപരാധികളെ തെറ്റുകാരാക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ. ഈ സീസണും അവസാനിക്കാൻ പോവുകയാണ്. സിസ്റ്റം മൊത്തത്തിൽ തകരാറിലായ സ്ഥിതിക്ക് ഇതിനെ വീണ്ടും മെയിൻ്റനൻസ് ചെയ്ത് ഉപയോഗിക്കാൻ ജനങ്ങളും ഇഷ്ടപ്പെടുന്നില്ല. ബാക്കി വഴി അറിയും. ഈ വക തമാശ പറയാതെ എളിയാ. തമാശയല്ലടാ, ചങ്കിൽ തെറ്റേ ഞാൻ പറഞ്ഞത്. സർക്കാരിനോടും എന്നോടും ചെയ്യുന്ന, ഞങ്ങൾ എല്ലാവരോടും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അദ്ദേഹത്തെ വെറുതെ വിടൂ, ആ ഡോക്ടറെ വെറുതെ വിടൂ. അദ്ദേഹത്തെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? സർക്കാരിനും എനിക്കെതിരെ പറയുന്നതൊക്കെ ശരി, ഞങ്ങൾ മിനിസ്റ്റേഴ്സിനെതിരെ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു ആളെ വെറുതെ വിടൂ. എന്റെ അമ്മ തള്ളക്ക് ഭ്രാന്താ.